നാളുകൾക്ക് മുൻപ് ഒരു സംവിധായകൻ കഥയുമായി വന്നിരുന്നു. മുഴുവൻ കേട്ടു. ക്രിയേറ്റീവ്ലി എനിക്കത് ഇഷ്ടമാവുകയും ചെയ്യാമെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു. തുടർന്ന് അതിന്റെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ചർച്ച കടന്നപ്പോൾ ഇത്ര രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നതെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അത്രയും തുക ഞങ്ങൾക്ക് അഫോർഡബിൾ അല്ല എന്നാണ് ആ സംവിധായകൻ പിന്നീട് അറിയിച്ചത്. അതിനുള്ള കാരണമായി അയാൾ പറഞ്ഞത് മെയിൽ ആക്ടറെ കൂടെ അക്കമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ തന്നെ ഞാൻ അയാളോട് ഗുഡ് ബൈ പറഞ്ഞു. എനിക്ക് എൻ്റെ ട്രാക്ക് റെക്കോർഡുകളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. എൻ്റെ മൂല്യം എന്തെന്ന് എനിക്കറിയാം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പൊതുവേദിയിൽ ദീപിക പദുക്കോൺ പറഞ്ഞതാണ്, ബോളിവുഡിലെ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ മുഖമായി മാറിയ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകളുടെ ലിസ്റ്റിലെ 8ാം സ്ഥാനക്കാരിയായ ലോക സിനിമയിൽ തന്റെ സ്ഥാനം പ്രൗഢമായി എഴുതി ചേർത്ത ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം പുരസ്കാരം നേടുന്ന ഏക ഇന്ത്യക്കാരിയായ ദീപിക പദുക്കോൺ. തുല്യവേതനം എന്ന ആവശ്യങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന മറുവാദം കൂടിയാണ് മാർക്കറ്റ് വാല്യൂ എന്നിരിക്കെ അവിടെയും ജെൻഡർ വ്യത്യാസമുണ്ടെന്ന പുതിയ ചർച്ച കൂടിയാണ് ദീപിക തുറന്നിടുന്നത്. ജസ്റ്റ് എ വൺ ടൈം വണ്ടർ എന്ന് ബോളിവുഡ് വിധി എഴുതിയ നായിക നിലനിൽക്കുന്ന ബോളിവുഡ് വഴക്കങ്ങളെ തന്നെ ചോദ്യം ചെയ്യും വിധം താരമായി തിളങ്ങുന്ന കാഴ്ച. നായകന്റെ പുറകിൽ വെറുതെ വന്നു നിൽക്കാൻ പോകുന്ന മറ്റൊരു ഒബ്ജക്റ്റ് എന്നുള്ള പരിഹാസങ്ങളിൽ നിന്നും 8 മണിക്കൂർ ജോലി നായകന് മാത്രം അവകാശപ്പെട്ടതല്ലെന്ന് വിളിച്ചു പറയുന്ന നായിക. JNU ക്യാമ്പസിലെ ആസാദി വിളികൾക്കിടയിൽ തുടങ്ങി ഇന്നോളം നീളുന്ന വിവാദങ്ങൾക്കിടയിലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ദീപിക പദുക്കോൺ എന്ന സൂപ്പർ വുമൺ. ഇന്ത്യൻ സിനിമയിലെ ധാരാളം സൂപ്പർ സ്റ്റാറുകൾ വർഷങ്ങളായി 8 മണിക്കൂർ ഷിഫ്റ്റിലാണ് പണിയെടുക്കുന്നത്. അതിൽ പലരും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് 8 മണിക്കൂർ ഷിഫ്റ്റിൽ പണിയെടുക്കുന്നത്. അത് പബ്ലിക്കിന് തന്നെ അറിയാവുന്ന കാര്യമാണെങ്കിലും ഇതുവരെയും എവിടെയും തലക്കെട്ടായിട്ടില്ല. ഇന്ത്യൻ സിനിമാ വ്യവസായം ഒരിക്കൽ പോലും ഒരു ഇൻഡസ്ട്രിയായി പെരുമാറിയിട്ടില്ല. ഇതൊരു ഡിസോർഗനൈസ്ഡ് ഇൻഡസ്ട്രിയാണ്. ഞാൻ ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടെ ബെറ്ററായ ഒരു വർക്ക് ലൈഫ് ബാലൻസും വർക്കിംഗ് എൻവയോൺമെന്റും വർക്കിംഗ് കണ്ടീഷനുമാണ് എന്ന ദീപികയുടെ വാക്കുകൾക്ക് പുറകെ ബോളിവുഡിലെ ലിംഗസമത്വം ചോദ്യചിഹ്നമാവുകയാണ്. 2 മണിക്കൂർ മേക്കപ്പ് അടക്കം 8 മണിക്കൂർ മാത്രമേ ജോലിയെടുക്കാൻ സാധിക്കൂ എന്ന ആവശ്യം ഉന്നയിച്ചതോടെ സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റിൽ നിന്നും ദീപികയെ ഒഴിവാക്കി എന്ന ട്വിറ്റുകളിൽ തുടങ്ങുന്നതാണ് നിലവിലെ വിവാദങ്ങൾ. നായകനേക്കാൾ മികച്ച ട്രാക്ക് റെക്കോർഡുകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ദീപികയുടെ പ്രതിഫലം അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്ന ചോദ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. ശേഷം കൽക്കി എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ നിന്നും ദീപികയെ ഒഴിവാക്കുന്നതായും നിർമ്മാതാക്കൾ അറിയിച്ചു. മുൻ സിനിമകളുടെ വിജയം കൊണ്ടും മാർക്കറ്റ് വാല്യൂ കൊണ്ടുമാണ് തുല്യവേതനം സാധ്യമാകാത്തതെന്ന നയത്തിന് മുകളിലാണ് ഗംഭീര വാണിജ്യ വിജയമായ ചിത്രങ്ങളിലെ നായികയും ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിൽ തിളങ്ങുന്ന താരവുമായ ദീപികയുടെ പ്രതിഫലത്തിൽ ആശങ്കകൾ ഉയരുന്നത്. നിർമ്മാതാക്കളുടെ പ്രതിസന്ധികൾക്ക് സമാന്തരമായി സംഘപരിവാറും ദീപികയെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അബുദാബി ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിക്കൊണ്ട് ഹിജാബ് ധരിച്ചെത്തിയ ദീപികയ്ക്കെതിരെയും ആക്രമണങ്ങളും ട്രോളുകളും ശക്തമാണ്. 2015 മൈ ചോയ്സ് വീഡിയോയിൽ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ അതേ താരം പണത്തിനായി ഹിജാബ് ധരിക്കുന്നു എന്നതാണ് വലത് ഹാൻഡിലുകളുടെ പരിഭവം. വിവാദങ്ങളും വാഗ്വാദങ്ങളും ദീപിക പദുക്കോൺ എന്ന താരത്തിന്റെ കരിയറിൽ പുതുമയുള്ളതല്ല. 2020 ആദ്യമായി നിർമ്മിച്ച ചിത്രത്തിന്റെ റിലീസ് ഒരുങ്ങിയത്. ആസിഡ് അറ്റാക്ക് ആക്രമണത്തിനിരയായ ലക്ഷ്മി അഗർവാളിന്റെ ജീവിതം പ്രമേയമാക്കിയ ചപ്പാക്ക് എന്ന സിനിമ. ചിത്രത്തിലെ മാലതി എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററുകൾ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി. എന്നാൽ ചിത്രത്തിന്റെ റിലീസിന് തൊട്ടു മുൻപ് ഡൽഹി JNUവിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നു. സമര രംഗത്തുണ്ടായിരുന്ന ഇടത് സംഘടനയിലെ പെൺകുട്ടികളും നേതാക്കളും എല്ലാം ഹോസ്റ്റലിൽ ആക്രമിക്കപ്പെടുന്നു. അന്ന് രാത്രി JNUവിൽ ആക്രമിക്കപ്പെട്ടവർക്ക് പിന്തുണയുമായി ബോളിവുഡിൽ നിന്ന് ആ നായിക അവർക്ക് നടുവിലെത്തി നിലയുറപ്പിച്ചു. ക്രൂരമായി ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് പ്രതിഷേധത്തിൽ പങ്കാളിയായിക്കൊണ്ട് തന്നെ പിന്തുണ അറിയിച്ചു. ആ ക്യാമ്പസിന്റെ ചുമരുകളിൽ തുളഞ്ഞു കയറിയ ഹം ലേക്ക് രഹെംഗെ ആസാദി, തും കുച്ച് ഭി കർ ലോ ആസാദി എന്ന മുദ്രാവാക്യങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ ശബ്ദമായി. ഈ രാജ്യത്തിന്റെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിലെ തന്റെ പക്ഷമേതെന്ന് അറിയിച്ചു. പക്ഷേ ആ രാത്രി ഇരുണ്ടുണർന്നപ്പോഴേക്കും ദീപിക എന്ന നായികയുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. അതിന് ചപ്പാക്ക് എന്ന സിനിമയടക്കം പ്രത്യാഘാതം അനുഭവിച്ചു. രാസ്ലീല, രാംലീല, പത്മാവത് തുടങ്ങി പല സിനിമകൾ സംഘ ഹാൻഡിലുകളെ ചൊടിപ്പിച്ചിരുന്നെങ്കിലും സ്ഥിര വേട്ടമൃഗമാക്കി ദീപികയെ മാറ്റിയത് ആ രാത്രിയായിരുന്നെന്ന് പറയാം. പിന്നീട് പത്താനിലെ അവരുടെ ബിക്കിനിയിൽ വികാരം വ്രണപ്പെട്ട സംഘകൂട്ടം രാജ്യം മുഴുവൻ നീണ്ട ബോയ്ക്കോട്ട് ക്യാമ്പയിനുമായി രംഗത്തെത്തി. ബാൽക്കണിയിൽ നടുവിരൽ ഉയർത്തി അതിനെ ചെറുക്കുക മാത്രമല്ല ദീപിക ചെയ്തത്. വിവാദം കത്തി നിൽക്കുന്നതിനിടെ ഖത്തർ വേൾഡ് കപ്പിൽ ലോക ചാമ്പ്യന്മാർക്കുള്ള ലോക കിരീടം അൺവീൽ ചെയ്യാനും എത്തി. അതുവരെയും നിലയില്ലാക്കയത്തിൽ നിന്ന് ബോളിവുഡിന് പിടിച്ചു നിൽക്കാൻ പാകത്തിന് ഒരു ജയമായി മാറി പത്താൻ എന്നതും ശ്രദ്ധേയം. ചിത്രങ്ങൾ വീണ്ടും ദീപികയെ തേടിയെത്തി. അതിനുമപ്പുറം ഇന്റർനാഷണൽ ബഹുമതികളും. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 സ്ത്രീകളിൽ ഒരാളാണവർ. ലോക ജനതയെ തന്നെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഉയരങ്ങളിലെത്തിയ താരം.
ബ്രാൻഡുകളും രാജ്യങ്ങളും അവരുടെ മുഖത്തിനായി മാത്രം വമ്പൻ തുകയിറക്കാൻ തയ്യാറായിരിക്കുന്ന കാലത്താണ് സ്വന്തം രാജ്യത്തെ ഇൻഡസ്ട്രി നായകനേക്കാൾ പ്രതിഫലം ആവശ്യപ്പെടുന്നു എന്ന കാരണത്താൽ തടയുന്നത്. ഇനി പുറത്തിറങ്ങാനിരിക്കുന്നതും വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രങ്ങൾ തന്നെ. അല്ലു അർജുൻ അറ്റ്ലി ചിത്രവും കിൻഖാനൊപ്പം കിങ്ങും. പൊരുതിക്കൊണ്ടേയിരിക്കുക എന്നതാണ് ദീപികയുടെ കരിയറിനെ മറ്റു താരങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ചെയ്യാനാവാത്തത് ചെയ്യുക എന്ന ദൃഢനിർണയം കൊണ്ടും. വിവാദങ്ങൾ തളർത്താനും തകർക്കാനും ശ്രമിച്ച കാലങ്ങളിലൊക്കെയും ദീപിക ഉയരങ്ങളിലേക്ക് പറന്നുയർന്ന ചരിത്രമേ ഉള്ളൂ. നടപ്പുരീതികൾ തിരുത്തിക്കുറിച്ച ശീലമേ ഉള്ളൂ. അതിനിയും തുടരും.